സഹോദരങ്ങളെ, ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കുന്നു. പള്ളി ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന എല്ലാ മിക്കവാറും ജുമാഅത്ത് പള്ളികളിൽ സൂക്ഷിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആന്റെ തഫ്സീറാണ് ഇബ്നു കസീറിന്റെ തഫ്സീർ. ഇബ്നു കസീർ എന്ന പേരിൽ സുപ്രസിദ്ധമായ ഷാഫി മദ്ഹബിലെ പ്രാമാണിക പണ്ഡിതനും മുഫസ്സിറുമായ ഇബ്നു കസീറിന്റെ തഫ്സീർ മിക്കവാറും എല്ലാ ജുമാഅത്ത് പള്ളികളിലുമുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട ഈ 4 ചെറിയ ആയത്തുകളിലെ أَمْلَمْ يُنَبَّأْ بِمَا فِي صُحُفِ مُوسَى وَإِبْرَاهِيمَ الَّذِي وَفَّى അതുപോലെ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ. ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് നിങ്ങളെ വളരെ വ്യക്തമായ ശുദ്ധമായ അറബി ഭാഷയിൽ, വളരെ ലളിതമായ ഭാഷയിൽ ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹത്തിന്റെ വാല്യം 4 പേജ് 328 പേജിൽ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അതിന്റെ തഫ്സീർ നിങ്ങളൊന്ന് കേൾക്കുക. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഇബ്നു കസീർ പറയാണ്, ഈ ആദരണീയമായ ആയത്തിൽ നിന്നാണ് ഇസ്തംബത്ത ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി തെളിവുപിടിച്ചത്. വമൻ ഇസ്തബഅഹു, ഇമാം ഷാഫി മാത്രമല്ല ഷാഫിയെ പിൻപറ്റി ജീവിക്കുന്ന ആ മദ്ഹബിലെ പണ്ഡിതന്മാരെല്ലാം തെളിവുപിടിച്ചത് ഈ ആയത്തിനെയാണ്. എന്തിനാണ് തെളിവെന്നറിയോ? അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലാ മൗഖാഹ, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം ദാനം ചെയ്താൽ ആ പ്രതിഫലം മരിച്ചവർക്ക് കിട്ടില്ല എന്ന് ഇമാം ഷാഫി തെളിവുപിടിച്ചത് വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്താകുന്നു. വളരെ ശ്രദ്ധിക്കണം നിങ്ങളിത്. ഷാഫി ഇമാം തെളിവുപിടിച്ചു എന്നാ പറഞ്ഞത്. ഈ പ്രവർത്തനങ്ങൾ മരിച്ചോടത്ത് ഖുർആൻ പാരായണം, യാസീനോത്തും ഖബറിന്റെ അടുത്തുള്ള ഓത്തും മരിച്ച വീട്ടിലുള്ള ഓത്തൊക്കെ ചെയ്യുന്ന പൊതുവെ ഷാഫികൾ എന്നറിയപ്പെടുന്ന ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷാഫി മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി പറയുന്നത് എന്താണ്? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി അതിന്റെ കൂലി ഹദിയ ചെയ്താൽ ആ മരിച്ചവർക്ക് കിട്ടില്ല എന്നതിന് ഇമാം ഷാഫിയും അദ്ദേഹത്തെ പിൻപറ്റുന്നവരും തെളിവുപിടിച്ചത് ഈ ആയത്താവുന്നു. ലി അന്നഹു ലൈസ മിൻ അമലിഹിം, കാരണം അത് മരിച്ചവരുടെ പ്രവൃത്തിയല്ല. വേറെ ആൾക്കാരാ മരിച്ച ആൾക്ക് ശേഷം മറ്റുള്ളവരാ ഓതിക്കൊണ്ടിരിക്കുന്നത്. പാരായണത്തിന്റെ പുണ്യം മരിച്ചാളുടെ പ്രവൃത്തിയല്ല. വലാ കസ്ബിഹിം, ആ മരിച്ചാളുടെ സമ്പാദ്യമല്ല. വലിഹാദാ, ആയതിനാൽ ലയ്യം തമിഴിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അതിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിടത്ത് ഇങ്ങനെ ഓതുന്ന ഒരു രീതി പഠിപ്പിക്കുകയുണ്ടായില്ല. റസൂലുള്ളാഹി ഒരു ശരിയാക്കിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ശരിയ ഉമ്മത്തിനെ പഠിപ്പിച്ചില്ല. വലാ ഹസ്സഹും അലൈഹി, അതിനുവേണ്ടി റസൂലുള്ളാഹി പ്രേരിപ്പിച്ചില്ല. വലാ അർശദഹും, റസൂലുള്ളാഹി നിർദ്ദേശം നൽകിയില്ല. ഇലൈഹി ബിനഫ്സിൻ വലാ ഇമാഇൻ, കൽപ്പന കൊണ്ടോ സൂചന കൊണ്ടോ പോലും റസൂലുള്ളാഹി ഇങ്ങനെ ഏർപ്പാട് മരിച്ചോടത്ത് മറ്റുള്ളവർ ഖുർആൻ ഓതുകയും ഈ കൂലി മരിച്ച ആൾക്ക് കിട്ടുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഈ പ്രവൃത്തി റസൂലുള്ളാഹി ജീവിതത്തിൽ യാതൊരു മാർഗനിർദ്ദേശം, കൽപ്പന കൊണ്ടില്ല, സൂചന കൊണ്ടില്ല, യാതൊരു നിർദ്ദേശവും ചെയ്തില്ല. ഇമാം ഇബ്നു കസീറിന്റെ വർത്തമാനം കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, വലഞ്ഞും കൽദാലിക്കാൻ അഹദിൻ മിനൽ സഹാബ, റസൂലുള്ളാഹിയുടെ സഹാബത്തിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. നോക്കണേ നിങ്ങൾ, റസൂലുള്ളാഹിയുടെ സഹാബത്ത് അവരിൽപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയാൽ മറ്റുള്ളവർ ഇന്ന് ഖുർആൻ പാരായണം ചെയ്യുകയോ മരിച്ചാൾക്ക് പുണ്യം ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ പാരായണം ചെയ്യിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ നിന്ന് ഒരാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കഴിഞ്ഞില്ല. വലൗ കാന ഖൈറൻ, ഇതൊരു പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈഹി, അവർ ആ സഹാബത്ത് നമ്മളെക്കാൾ എത്രയോ ധൃതി കാണിക്കുമായിരുന്നു ചെയ്യാൻ. ഇങ്ങനെ മരിച്ചയിടത്ത് ഖുർആൻ പാരായണം ചെയ്യുക എന്നൊരു പ്രവൃത്തി പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ സഹാബത്തായിരിക്കും നമ്മളെക്കാൾ ധൃതി കാണിക്കുന്നവർ. ആ പുണ്യകർമ്മം ചെയ്യുന്നതിൽ ധൃതി കാണിക്കുന്നവർ അവരായിരിക്കും. ഇത് ഉദ്ധരിക്കുന്നത് ഷാഫി മദ്ഹബിലെ ഇമാം ഇബ്നു കസീറാണ്. ആരെക്കുറിച്ചാണ്? ഇമാം ഷാഫിയെ കുറിച്ചാണ്. ഷാഫിയെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. ഇമാം ഷാഫി തെളിവുപിടിച്ചിരിക്കുന്നു. ഇന്ന് നാം കാണപ്പെടുന്ന പ്രവർത്തനങ്ങളൊന്നും ആലോചിച്ച സഹോദരൻ. അപ്പോൾ ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള യാഥാർത്ഥ്യമനുസരിച്ച്
ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ നമസ്കരിക്കുക, നമ്മൾ വ്രതമനുഷ്ഠിക്കുക, നമ്മൾ ദാനകർമ്മം ചെയ്യുക, നമ്മൾ സക്കാത്ത് കൊടുക്കുക, മറ്റു പുണ്യകർമ്മങ്ങളൊക്കെയും ചെയ്യുക. നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാവുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ ചെയ്തു വെക്കുക, പിന്നോട്ട് പോകാതിരിക്കുക. മറ്റുള്ളവരെല്ലാവരും കൂടി ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന ധാരണ മൗഢ്യമാകുന്നു എന്ന് ഖുർആൻ പ്രവാചകന്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.